വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബൈ ദ ബൈ, ഈ ഒരു വീഡിയോ എല്ലാ പാസഞ്ചേഴ്സും മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രാവൽസ് ഒക്കെ പോകുന്ന ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാരണം ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ പേര് കാണുന്ന കുറേ പേര് നമ്മൾ എയർപോർട്ടിൽ വരുന്ന ടൈമിൽ എന്നെ മീറ്റ് ചെയ്തിട്ട് പറയാറുണ്ട് നല്ല അടിപൊളി വീഡിയോസ് ആണ് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ഫാമിലി ഇന്ന് 20K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ആകും. സോ അപ്പം നമുക്ക് വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഫസ്റ്റ് വൺ, ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ 3 മണിക്കൂർ മുന്നേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 o'clock 2 o'clock അതിൻ്റെ കൗണ്ടർ ക്ലോസ് ചെയ്യും. കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് വൺ, നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ്, പാസ്പോർട്ട് ആൻഡ് വിസ ഡോക്യുമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണം. അത് ചെക്ക് ഇൻ കൗണ്ടറിൽ സ്റ്റാഫിന് നിങ്ങൾ കാണിക്കും വേണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചെക്ക് ഇൻ സ്റ്റാഫിന് നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, നിങ്ങളുടെ ലഗേജിനെ കുറിച്ചാണ്. നിങ്ങളുടെ അലവൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്യുക. അലവൻസിന് പുറമെ വരുന്ന എക്സസ് ആയിട്ട് വരുന്ന ബാഗേജസിന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് എയർലൈൻ ടു എയർലൈൻ ഡിപ്പെൻസ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പീസ് ലഗേജിൻ്റെ വെയിറ്റ് 32 kg എക്സസ് ആവാൻ പാടില്ല. അത് സെക്യൂരിറ്റി റൂളാണ്. എല്ലാ പാസഞ്ചേഴ്സും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണത്. മെയിനായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കാണ് ഈ ഒരു ഇഷ്യൂസ് കാണാറുള്ളത്. അവർ ബൾക്കായിട്ട് പാക്ക് ചെയ്യും. ഒരു പീസ് എത്ര ലഗേജ് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് അവർ നോക്കാറില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പീസ് 32 kg എക്സസ് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഇൻ കേസ് കൊണ്ടുവന്നാൽ വീണ്ടും ആ ഒരു ബോക്സ് റീറാപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫോർത്ത് വൺ, ഈ ഒരു സിമ്പിൾസ് ഒക്കെ നിങ്ങളുടെ കാർട്ടൺ ബോക്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാർട്ടൺ ബോക്സ് ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കാർട്ടൺ ബോക്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ DG സിമ്പിൾസ് ആണ്, ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ സിമ്പിൾസ് ആണ്. ഈ ഒരു കാര്യം ചില എയർപോർട്ട്സിൽ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇൻ കേസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് അവർ അലോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ, നിങ്ങളുടെ ലഗേജിലും ഹാൻഡ് ബാഗിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ പേജിലും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, നിങ്ങൾ ലഗേജിന് പുറമേ കൊണ്ടുപോകുന്ന മേ ബി സ്പോർട്സ് ഐറ്റംസ് ആവാം, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആകാം. ഇതിനെല്ലാം എയർലൈൻ ടു എയർലൈൻ ചാർജസ് ഉണ്ടാകും. അത് ആദ്യം ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.